ഹലോ നമസ്കാരം. കേരളത്തിൻ്റെ സിവിൽ സർവീസ് കേരള PSC നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിക്രൂട്ട്മെൻറ്റായ KS ഉടനെ വരാൻ പോവുകയാണ്. മാർച്ച് 7-ാം തീയതി നോട്ടിഫിക്കേഷൻ വരും. ഏപ്രിൽ 9-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ജൂൺ 14-ാം തീയതിയാണ് പ്രാഥമിക എക്സാമിനേഷൻ. ഒക്ടോബർ 17-18 തീയതികളിൽ മെയിൻസ് എക്സാമിനേഷനും ജനുവരി 2026 ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി 14-ാം തീയതി ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൻ്റെ സിവിൽ സർവീസായ KS ഓഫീസർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു അസുലഭ മുഹൂർത്തമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. നിലവിൽ കേരള PSC നൽകിയ വിവരം അനുസരിച്ചിട്ട് സിലബസിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയും വേഗം തന്നെ പഠിച്ചു തുടങ്ങാം. നീണ്ട 6 വർഷത്തിന് ശേഷമാണ് KSൻ്റെ റിക്രൂട്ട്മെൻറ്റ് വിളിക്കുന്നത്. 2019 നടന്നിട്ടുള്ള എക്സാമിനേഷൻ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള എക്സാമിനേഷൻ ആയിരിക്കും 2025 റിക്രൂട്ട്മെൻറ്റിൽ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. 3 ഘട്ടങ്ങളായിട്ടാണ് ഈ എക്സാമിനേഷൻ നടക്കുക. ഒന്ന് പ്രിലിമിനറി എക്സാമിനേഷൻ അഥവാ പ്രാഥമിക എക്സാമിനേഷൻ, രണ്ടാമത്തത് മെയിൻസ് എക്സാമിനേഷൻ, മൂന്നാമത്തത് ഇൻ്റർവ്യൂ. പ്രാഥമിക എക്സാമിനേഷൻ എന്ന് പറയുന്നത് 2 പരീക്ഷകളാണ്. രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് നടക്കുന്ന 100 മാർക്കിൻ്റെ വീതമുള്ള 2 എക്സാംസ്. ഇതിൽ 90 മിനിറ്റ് വീതമാണ് ഓരോ പരീക്ഷയും നടക്കുക. നമുക്ക് പേപ്പർ 1 നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടുള്ള 5 ടോപ്പിക്സ് കാണാൻ വേണ്ടി കഴിയും. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, റീസണിങ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്സ്. ഇതിൽ ഹിസ്റ്ററിയിൽ തന്നെ വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇത് കൂടാതെ ജോഗ്രഫിയിൽ ഇന്ത്യൻ ഹിസ്റ്ററി, ജനറൽ ജോഗ്രഫി, അതുപോലെ തന്നെ കേരള ജോഗ്രഫി തുടങ്ങുന്ന ടോപ്പിക്സും ഉണ്ട്. പേപ്പർ 2 നമ്മൾ വരികയാണെങ്കിൽ അവിടെയും നമുക്ക് 6 ടോപ്പിക്സ് കാണാൻ വേണ്ടി കഴിയും. അവിടെ പ്രധാനമായിട്ട് ഇക്കണോമി ആൻഡ് പ്ലാനിങ്, സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ്, അതുകൂടാതെ ലാംഗ്വേജ് പ്രൊവിഷ്യൻസിയിൽ മലയാളവും ഇംഗ്ലീഷും നമുക്ക് കാണാം. ഇതൊന്നും കൂടാതെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പേപ്പർ 2 ചോദിക്കുക. നമുക്കിനി ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് പോകാം. പേപ്പർ 1 ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഓരോ സബ്ജക്റ്റിനും വന്നിട്ടുള്ള വെയിറ്റേജ് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് 10 മാർക്ക്, വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് 10 മാർക്ക്, കേരള ഹിസ്റ്ററിയിൽ നിന്ന് 10 മാർക്ക്, കേരള കൾച്ചറിൽ നിന്ന് 10 മാർക്ക്. അങ്ങനെ മൊത്തം 40 മാർക്കാണ് നമുക്ക് കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. റീസണിങ്, മെൻ്റൽ എബിലിറ്റി, മാത്തമാറ്റിക്സ് തുടങ്ങിയതിൽ നിന്ന് 17 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ജോഗ്രഫിയിൽ നിന്ന് 13 ക്വസ്റ്റ്യൻസുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നമ്മളുടെ PSC കാൻഡിഡേറ്റ്സിന് 17 മാർക്ക് നമ്മൾ ഇവിടെ കൺവെൻഷനായിട്ട് പഠിച്ചു പോകുന്ന ഭാഗത്തുനിന്ന് ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട്. അതായത് മാത്തമാറ്റിക്സ്, റീസണബിലിറ്റി തുടങ്ങുന്ന കാര്യങ്ങളെന്ന്. ഇതുകൂടാതെ കേരളത്തിൻ്റെ ചരിത്രം, ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി തുടങ്ങുന്ന കാര്യങ്ങൾ സാധാരണ ഡിഗ്രി ആസ്പിറൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തുനിന്ന് 40 ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഒഴിവാക്കാനാകാത്ത കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, DPSP, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ മിനിമം ഒരു 10 ചോദ്യങ്ങളെങ്കിലും അവിടുന്ന് വരാറുണ്ട്. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ KSൻ്റെ പ്രിലിമിനറി പേപ്പർ 1 എങ്ങനെ പോയാലും ഒരു 50 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ KSൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷനിലേക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് അവിടെയുണ്ട്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ടൈപ്പിലേക്കൊന്ന് പോകാം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ 27 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. മാച്ചിങ് പെയർ 7 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റീസൺ അസർഷൻ 2 ചോദ്യങ്ങളും നമ്മളുടെ സിമ്പിൾ MCQ എന്ന് പറയുന്ന ടൈപ്പിൽ 64 ചോദ്യങ്ങളുമാണ് ഉള്ളത്. അതായത് നമ്മുടെ സാധാരണ PSC എക്സാംസിന് 2021 മുമ്പ് ചോദിച്ചിട്ടുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ, നമ്മുടെ സാധാരണ MCQ ക്വസ്റ്റ്യൻസ്, അത് 64 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ സാധാരണയായിട്ട് ഒരു ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ സെക്രട്ടറി ടെസ്റ്റിൻ്റെ പോലെയുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് 64 ക്വസ്റ്റ്യൻസ് സുഖമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് 27 ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാനിക്കേണ്ട കാര്യമില്ല. കാരണം ഈ 27 ക്വസ്റ്റ്യൻസ് 2021 മുതലുള്ള ഡിഗ്രിയുടെ ചോദ്യങ്ങൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ്. നമുക്ക് ഒരു 2-3 ഭാഗങ്ങളിൽ നിന്നും ഓരോ ഫാക്റ്റോ അല്ലെങ്കിൽ കോൺസെപ്റ്റോ എടുത്തിട്ട് അതൊരൊറ്റ ചോദ്യമാക്കുന്ന രീതിയാണ്. പണ്ട് നമ്മുടെ PSCക്കൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ പ്ലാസി യുദ്ധം എന്ന് പറയുന്നത് 1757 എന്ന് പറയുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1857. അങ്ങനെയൊക്കെ 1-2 ടോപ്പിക്സ് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അതൊക്കെ ഓരോരോ ചോദ്യങ്ങളായിട്ടാണ് വരുന്നത്. ഇവിടെ ഈ 2-3 ഭാഗങ്ങളിൽ നിന്നുള്ള
കാര്യങ്ങൾ ഒറ്റ ചോദ്യത്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നിങ്ങൾ പഠിച്ചിരുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുകയും അതിന് കുറച്ചും കൂടെ എഫേർട്ട് ഇടുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് KS ക്രാക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി നമുക്ക് പേപ്പർ 2ൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് പോകാം. പേപ്പർ 2-ൽ നമുക്ക് എക്കോണമി ആൻഡ് പ്ലാനിങ്ങിൽ നിന്ന് 24 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് 26 ചോദ്യങ്ങളും ഇംഗ്ലീഷിൽ നിന്നും 20 ചോദ്യങ്ങളും മലയാളത്തിൽ നിന്നും 30 ചോദ്യങ്ങളുമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഇംഗ്ലീഷും മലയാളവും മൊത്തം 50 ചോദ്യങ്ങളുണ്ട്. 50 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ 10th +2 ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ സുഖമായിട്ട് സ്കോർ ചെയ്യാവുന്നതാണ്. ഇതിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഗ്രാമറും ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മലയാളത്തെ സംബന്ധിച്ച് പഴഞ്ചൊല്ലുകൾ, സമാസം, സന്ധി ഇങ്ങനെയൊക്കെ കാര്യങ്ങളായിരിക്കും ചോദിക്കുക. ഇനി വളരെ എക്സെപ്ഷണലായിട്ട് ഭാഷാപരമായിട്ടുള്ള 2-3 ചോദ്യങ്ങളും കൂടെ അവസാനം ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻസിൽ നിന്നും എങ്ങനെ പോയാലും ഒരു 45 ചോദ്യങ്ങളെങ്കിലും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി നമ്മൾ ഇക്കോണമി ആൻഡ് പ്ലാനിങ് നോക്കുമ്പോൾ 24 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് കണ്ടു. ഈ 24 ചോദ്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു, അതൊരു വാസ്തവമാണ്. അതിൽ നിങ്ങൾ കുറച്ചേറെ കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. എന്നാൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിങ്ങൾ നിലവിലുള്ള ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതിയിലേറെ ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി നമ്മളുടെ ഈ 2 പേപ്പർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സിലബസിൽ കാണിച്ചിരിക്കുന്ന ടോപ്പിക്കുകളുണ്ടാവും. ആ ഓരോ ടോപ്പിക്കിൽ നിന്നും കൃത്യമായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതും KSൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു ഉദാഹരണത്തിന് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സിലബസിൽ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോരോ ടോപ്പിക്കുകളായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 5 സബ് ടോപ്പിക്സ് ഉണ്ട്. ഇതിൽ DRDO അല്ലെങ്കിൽ സ്പേസ് സയൻസ്, കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് പഠിച്ച് പോയി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചോദ്യങ്ങൾ വരും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേപ്പർ 2-ൽ നമുക്ക് 24, 26 ചോദ്യങ്ങൾ വീതം ഇക്കോണമിയിൽ നിന്നും അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ചോദിച്ചിട്ടുണ്ട്. 50 ചോദ്യങ്ങളാണ്. ഇതിൽ 36 ചോദ്യങ്ങൾ മാത്രമാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് വന്നിരുന്നത്. ബാക്കി 14 ചോദ്യങ്ങൾ സിമ്പിൾ MCQs ആണ്. അങ്ങനെ നമുക്ക് ഈ പേപ്പർ 2-ൽ നിങ്ങൾ കൺവെൻഷനായിട്ട് ഒരു PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മൊത്തം 50ഉം 14ഉം 64 ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇങ്ങനെ നിങ്ങൾക്ക് പേപ്പർ 1-ൽ നിന്നും പേപ്പർ 2-ൽ നിന്നും മൊത്തം 128 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒരു ട്രഡീഷണലായിട്ട് പഠിക്കുന്ന ഒരു PSC ആസ്പിറന്റിന് അറ്റംപ്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് ചില മാതൃകാ ചോദ്യങ്ങളിലേക്ക് പോകാം. KSൻ്റെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് റൂളർ ഓഫ് സൗത്ത് ഇന്ത്യ പ്ലാന്റഡ് ദ ട്രീ ഓഫ് ലിബർട്ടി? ടിപ്പു, ഹൈദരാലി, പ്രതാപരുദ്രദേവ, ദോസ്ത് മുഹമ്മദ്. നിങ്ങൾ ഈ ചോദ്യം കണ്ടാൽ തന്നെ അറിയാം, നമ്മുടെ മോഡേൺ ഇന്ത്യയിൽ ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്ക് മുമ്പുള്ള പല ചോദ്യങ്ങളിലും 2021 നമ്മളുടെ ഈ ഒരു എക്സാമിനേഷൻ്റെ പാറ്റേൺ ഒക്കെ പരിഷ്കരിച്ചതിന് മുമ്പ് തന്നെ പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. പെയർ ചോദ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഓർഗനൈസേഷനും ഫൗണ്ടേഴ്സുമായിട്ട്, ഓർഗനൈസേഷൻ ഫൗണ്ടർ എന്ന് പറഞ്ഞിട്ട് സഹോദരൻ അയ്യപ്പൻ, ബാഗ്ഭട്ടാനന്ദ ഇങ്ങനെയുള്ളവരുടെ ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം, നമ്മൾ ട്രഡീഷണലായിട്ട് 1-2 ചോദ്യങ്ങളായിട്ടൊക്കെ പഠിച്ചിരുന്ന പഴയ രീതികളിൽ അത് രണ്ട് ഫാക്റ്റുകൾ ഒന്നിച്ചു ചേർത്ത് ഒറ്റ ചോദ്യമാക്കിയിരിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ അവിടെ കാണാൻ വേണ്ടി കഴിയുള്ളൂ. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് ആര്യ പള്ളം എന്ന് പറയുന്ന ഒരു നവോത്ഥാന നായികയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ആര്യ പള്ളത്തെക്കുറിച്ചും റെനേസൻസിലെ അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാരെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ പണ്ട് തൊട്ടേ PSCക്ക് വേണ്ടി പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇവിടെ ആര്യ പള്ളം എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പുള്ളിക്കാരിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ എടുത്ത് പറയുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരു എടുത്താലും അല്ലെങ്കിൽ ചാവറ കുര്യാക്കോസ് എടുത്താലും ആരെടുത്താലും ശരി, അവരെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ അവർ 4 സ്റ്റേറ്റ്മെൻ്റ് ആക്കി അതൊരു ചോദ്യമാക്കി എന്നുള്ളത് മാത്രമേ നമുക്കിവിടെ ഒരു വ്യത്യാസമായിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ലോങ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓപ്ഷൻസ് നമുക്ക് വരാറുണ്ട്. ഇപ്പം വൈസ് പ്രസിഡന്റിനെ കുറിച്ചുള്ളൊരു ചോദ്യം, അതിൽ ഏതാണ് തെറ്റ് എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് കുറച്ചും കൂടെ കോൺസെപ്ച്വലായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് വൈസ് പ്രസിഡൻറ്റ് എലക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. അപ്പം വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ഭാഗങ്ങളിൽ ഒരു 2-3 ഭാഗങ്ങൾ എടുത്തിരിക്കുന്നു. അതിൽ തെറ്റായിട്ടുള്ളൊരു ഭാഗം കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ PSC ഉണ്ടായ കാലഘട്ടം മുതൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. ഇപ്പം പഴഞ്ചൊല്ലേത്, ഉരുളക്കുപ്പേരി, തേടിയ വള്ളിക്കാലിൽ ചുറ്റി, ഇങ്ങനെയൊക്കെയുള്ള ഒരു 3-4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ആ ഒരു മിനിമം ആ ഒരു ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് നമുക്കിത് ആൻസർ ചെയ്യാൻ വേണ്ടി കഴിയും.
ഇനി ഇംഗ്ലീഷിൻ്റെ ചോദ്യം, ഇതും സാധാരണ 10th ലെവൽ മുതൽ +2 ഡിഗ്രി ലെവലിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതാണ് KS ചോദിച്ചിട്ടുള്ളത് പേപ്പർ 2-ൽ. നമുക്ക് ഈ മലയാളത്തിൽ 2-3 ചോദ്യങ്ങൾ നമ്മുടെ ഭാഷയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. ഇപ്പോൾ കേരളത്തിൽ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ശതമാനം എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 80%-ലധികം ആളുകൾ സംസാരിക്കുന്ന മാതൃഭാഷയുള്ള സംസ്ഥാനങ്ങളിൽ പെടാത്തതേത് എന്നൊരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ എക്സെപ്ഷനായിട്ട് 2-3 ചോദ്യം ഏറ്റവും അവസാനം വന്നിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് KS-ൽ വന്നിട്ടുള്ളത്. നമുക്കിനി KS-ൻ്റെ മെയിൻസ് എക്സാമിനെ കുറിച്ച് നോക്കാം. KS-ൻ്റെ മെയിൻസ് എക്സാമിനേഷൻ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരുന്നു, അതായത് എഴുത്ത് പരീക്ഷയാണ്. 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസിന് കൃത്യമായിട്ട് നമ്മൾ എഴുതി ഫലിപ്പിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണതല്ല. നമ്മളുടെ ഇപ്പോഴുള്ള അറിവനുസരിച്ചിട്ട് പഴയ സിലബസിലെ അതേ രീതിയിൽ തന്നെ ആയിരിക്കും നമുക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുക. അതായത് 3 പേപ്പറുകൾ 2 മണിക്കൂർ വീതമുള്ള എക്സാംസ് ആയിട്ട് അതിൽ 100 മാർക്കായിരിക്കും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനും ഉണ്ടായിരിക്കുക. നമുക്ക് പേപ്പർ 1-ൽ ഹിസ്റ്ററി, കേരളത്തിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യയുടെയും ഹിസ്റ്ററി ഉണ്ട്. അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി നമുക്ക് അവിടെ വരുന്നുണ്ട്. ഇത് കൂടാതെ കേരളത്തിൻ്റെ കൾച്ചർ അതും ചോദിച്ചിട്ടുണ്ട്. പേപ്പർ 2-ലേക്ക് വരുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അതോടൊപ്പം സയൻസ് ആൻഡ് ടെക്നോളജിയുമാണ് വന്നിരിക്കുന്നത്. പേപ്പർ 3-ൽ ഇക്കോണമി ആൻഡ് പ്ലാനിങ്ങും ജോഗ്രഫിയും വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, പ്രിലിമിനറി എക്സാമിനേഷന് പേപ്പർ 1-ലും പേപ്പർ 2-ലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, അതിൽ റീസണിങ്, മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ മലയാളം, ഇംഗ്ലീഷ് ഇത്രയും ഭാഗങ്ങൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് 3 പേപ്പറുകളാക്കി അതേ സിലബസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷൻ പഠിക്കുന്ന അതേ സമയത്ത് തന്നെ അറിയുന്ന അറിവുകൾ അനുസരിച്ചിട്ട് നമുക്ക് ഈ ആൻസർ, നമുക്ക് ഈ ഒരു മെയിൻസിൻ്റെ എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു സംശയം തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു ഡിഗ്രി പ്രിലിമിനറി ഒക്കെ പഠിക്കുന്ന സാധാരണ PSC ആസ്പിരൻസ് തോന്നുന്ന ഒരു പേടി എന്ന് പറയുന്നത് ഇതൊക്കെ UPSC പോലെയൊക്കെ എഴുതേണ്ട ഒരു ആൻസേഴ്സ് ഒക്കെ അല്ലേ എന്നാണ്. അങ്ങനെയൊന്നും അല്ല. കേരളത്തിൻ്റെ ആ ഒരു KS റിക്രൂട്ട്മെൻറ്റിൽ KS മെയിൻസിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആൻസേഴ്സ് എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് 3 മാർക്കിനും 5 മാർക്കിനുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. UPSCയുടെ മെയിൻസിൽ 10 മാർക്കും 15 മാർക്കുമാണ്. അതായത് 150 വേർഡ്സും 250 വേർഡ്സും 2.5 പേജിലും ഒക്കെ ആയിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു സംശയം, ഈ UPSC ആസ്പിരൻസ് കൂടുതലായിട്ട് ഇതിനകത്ത് അറ്റംപ്റ്റ് കൊടുക്കുന്നില്ലേ, അപ്പോൾ അവരുമായിട്ടല്ല മത്സരിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഭാഗം തന്നെ ഒന്ന് നോക്കാം. ഇവിടെ തന്നെ നിങ്ങൾക്ക് മാത്രമുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇംഗ്ലീഷ്, മലയാളം, റീസണിങ് മാത്രം എന്ന് പറയുന്നത് ഏകദേശം 70 ക്വസ്റ്റ്യൻസോളം മാത്രം വന്നിട്ടുണ്ട്. പ്രിലിമിനറി എക്സാമിനേഷന് കഴിഞ്ഞ 2029-ലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 77 മാർക്കായിരുന്നു. ഇവിടെ 70 മാർക്ക് UPSC ആസ്പിരൻസിനേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജ് നിങ്ങൾക്കാണ് ഉള്ളിരിക്കുന്നത്. അതോടൊപ്പം നിങ്ങൾ നോക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് UPSCയുടെ മെയിൻസ് എക്സാമിനേഷനുള്ള പല സബ്ജക്ട്സും ഉണ്ട്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾട്ടേഷൻ, അതായത് സ്വാതന്ത്ര്യാനന്തര ചരിത്രം, അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി. ഇനി സയൻസ് ആൻഡ് ടെക്നോളജി തന്നെ മെയിൻസിൽ ചോദിക്കുന്ന ടൈപ്പ് ചില ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ പ്രിലിമിനറി എക്സാമിനേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കുറേയേറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് നിങ്ങളെക്കാൾ ഒരുപാട് UPSC ആസ്പിരൻസ് കഷ്ടപ്പെടണം. കാരണം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഹിസ്റ്ററിയുടെ ഒരു ചോദ്യം MCQ രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ UPSC ആസ്പിരൻസ് പഠിച്ചിട്ടില്ല. ഇതേപോലെ തന്നെ പല ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതേപോലെ തന്നെയാണ് മെയിൻസിൻ്റെ കേസും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. നിങ്ങളിടുന്ന അതേ എഫേർട്ടും നിങ്ങളിടുന്ന അതേ കഷ്ടപ്പാടും തന്നെ നിങ്ങൾക്ക് UPSC ആസ്പിരൻറ്റും ഇടേണ്ടതായിട്ടുണ്ട്. കാരണം അതിൻ്റെ പ്രധാന കാരണം ഈ 3 മാർക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഈ 3 മാർക്കിനും 5 മാർക്കിനും ചെറിയ ഒരു സ്പേസ് തന്നിരിക്കും. ഈ സ്പേസിലാണ് അത് എഴുതി ഫലിപ്പിക്കേണ്ടത്. അപ്പോൾ 150 വേർഡ്സിനും 250 വേർഡ്സിനും എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ അവരതിനകത്ത് അത്രയും കഷ്ടപ്പാട് അവരെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ അവർ ഒരുമിച്ചാണ് പഠിക്കാൻ തുടങ്ങുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമുക്ക് ഇതിനകത്ത് ഏതാനും ചില ഉദാഹരണങ്ങളൊക്കെ എടുക്കാം. ഹൗ ഡു യു ലൊക്കേറ്റ് പൊയ്കയിൽ അപ്പച്ചൻ ഹു കണ്ടസ്റ്റഡ് കാസ്റ്റ് സ്ലേവറി ആൻഡ് റിക്കവേർഡ് സ്ലേവ് എക്സ്പീരിയൻസ് ഇൻ കൊളോണിയൽ കേരള? മറ്റൊരു ചോദ്യം, ഹൗ ഡിഡ് മിഷണറി ആക്ടിവിസം ഇവോൾവ് എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ദ മോഡേണൈസേഷൻ പ്രോസസ് ഇൻ കേരള? How Chandu Menon's Indulekha reflects the changing social life of Malabar after the spread of English education? അതുപോലെ തന്നെ ഐക്യ കേരള മൂവ്മെൻറ്റിനെ കുറിച്ചൊരു ചോദ്യം, കേരളത്തിൻ്റെ മ്യൂറൽ പെയിൻറ്റിങ്ങിനെ കുറിച്ചുള്ളൊരു ചോദ്യം, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസുമാണിത്. നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ വെയിറ്റേജിലേക്ക് കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഈ പൊയ്കയിൽ അപ്പച്ചനെ കുറിച്ച്
നിങ്ങൾ പ്രിലിമിനറി എക്സാമിനേഷന് പഠിക്കേണ്ട കാര്യം ഒരു ചെറിയ സ്പേസിൽ, ഈ 3 മാർക്കിൻ്റെ ചെറിയൊരു സ്പേസിൽ നിങ്ങൾ അങ്ങ് എഴുതി ഫലിപ്പിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ മ്യൂറൽ പെയിൻറ്റിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ ചന്തു മേനോൻ്റെ ഇന്ദുലേഖ എന്ന് പറയുന്ന നോവലിലെ അതിൽ കാണുന്ന സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ച് ഒരു ചെറിയ ഖണ്ഡികയിൽ നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. ഇതൊക്കെ കേരള PSCക്ക് വേണ്ടിയിട്ട് പരമ്പരാഗതമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കുള്ള അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ മെയിൻസിൻ്റെ ചില ഫീച്ചേഴ്സും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ വെയിറ്റേജിലും കൂടെ നോക്കാം. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 കാര്യങ്ങളാണ് മെയിൻസ് എഴുതുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത്. മെയിൻസിൻ്റെ ഒരു ആൻസറിൽ നിങ്ങളുടെ മെമ്മറി പവർ അവിടെ ചെക്ക് ചെയ്യുന്നു, രണ്ടാമതായിട്ട് നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ല് ചെക്ക് ചെയ്യുന്നു, മൂന്നാമതായിട്ട് കൺസെപ്ച്വൽ ക്ലാരിറ്റി ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഉദാഹരണം എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ മിഷണറി ആക്ടിവിസത്തും മോഡേൺ എഡ്യൂക്കേഷൻ എങ്ങനെ ബാധിച്ചു, എങ്ങനെയാണ് കേരളത്തിൽ എഡ്യൂക്കേഷൻ റിഫോംസ് ഉണ്ടായത് എന്നുള്ള ഭാഗം തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് ബേസിൽ മിഷൻ ഉൾപ്പെടെ പലതരത്തിലുള്ള എഡ്യൂക്കേഷൻ മിഷണറി പ്രവർത്തകർ ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ള ഈ ഒരു മിഷണറി പ്രവർത്തനങ്ങളെക്കുറിച്ച് അതിൽ മലബാർ ഡിസ്ട്രിക്റ്റ്, തിരുവിതാംകൂർ, കൊച്ചി ക്ലിയർ ആയിട്ട് അതിൻ്റെ ഓർഗനൈസേഷൻസിനെ കുറിച്ചോ അതിൻ്റെ പേഴ്സൺസിനെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആൻസർ എഴുതാൻ വേണ്ടി കഴിയും. ഇതാണ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള മാറ്റങ്ങളാണ് അവിടെ വരുത്തിയുള്ളത് നമുക്ക് കാണാം. ഇനി റൈറ്റിംഗ് സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയൊരു സ്പേസ് തരുന്നു, അതിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ മെമ്മറി പവർ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രിലിമിനറി എക്സാമിനേഷന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണിത്. ഇത് നിങ്ങൾ എഴുതി ഫലിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ, മറ്റേത് നിങ്ങൾ അത് മാർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അവിടെ. ഇനി നമ്മളുടെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ 3 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെയാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഇത് നിങ്ങൾ എക്സാമിനേഷന് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ആൻസർ ബുക്ക്ലെറ്റ് ആണ് കിട്ടുക. നമ്മുടെ PSC എക്സാമിനേഷനൊന്നും നിങ്ങൾ കാണാത്ത ടൈപ്പ് ഒരു രീതിയാണത്. നമ്മുടെ UPSCയുടെ ഒരു മോഡൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് എഴുതാനുള്ള ഒരു ചെറിയ സ്പേസ് മാത്രം അവിടെ കൊടുത്തിരിക്കുന്നു. ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു, അത് എഴുതാനുള്ള ആ ഒരു സ്പേസിൽ നിങ്ങൾ ആൻസർ കൃത്യമായിട്ട് എഴുതുക. അത് എഴുതി ഫലിപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവാണ്. അതിന് നിങ്ങൾക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ, മാക്സിമം എഴുതി പരിശീലിക്കുക. KS സക്സസ് ഫോർമുല മുന്നോട്ട് വയ്ക്കുന്ന നമ്മുടെ പാഠ്യ പദ്ധതി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എല്ലാ ആഴ്ചയിലും ഒരു ആൻസർ റൈറ്റിംഗ് എക്സസൈസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കാര്യമായിട്ട് പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പ്രോഗ്രാമിൽ കൃത്യമായിട്ട് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റൊരു ഫീച്ചർ നോക്കേണ്ടത്, നമുക്ക് കേരള PSCയുടെ ഒരു ആദ്യത്തെ KS എക്സാം ആയതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു ചെറിയ പ്രശ്നം കൂടെ മെയിൻസിൻ്റെ ആൻസർ റൈറ്റിങ്ങിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ചില ക്വസ്റ്റ്യൻസിന് സ്പേസ് കൂടുതലും ചില ക്വസ്റ്റ്യൻസിന് സ്പേസ് കുറവും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ കൺഫ്യൂഷൻ ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇനി വരുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് അങ്ങനെ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്കിതിൻ്റെ വെയിറ്റേജും മറ്റു ഡീറ്റെയിൽസിലേക്കും പോകാം. കേരള PSCയുടെ മെയിൻസിൻ്റെ ഫസ്റ്റ് പേപ്പറിൽ മോഡേൺ ഇന്ത്യയിൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത് 3 ചോദ്യങ്ങളാണ്. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് 4 ചോദ്യങ്ങളും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോളിഡേഷൻ അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് 2 ചോദ്യങ്ങളും, കേരള ഹിസ്റ്ററിയിൽ നിന്ന് 5 ചോദ്യങ്ങളും, കേരള കൾച്ചറിൽ നിന്ന് 9 ചോദ്യങ്ങളും, ഇന്ത്യൻ കൾച്ചറിൽ നിന്ന് 3 ചോദ്യങ്ങളുമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കേരള ഹിസ്റ്ററിയും കേരള കൾച്ചറും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മൊത്തം 14 ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. 14 × 3 അതായത് ഏറ്റവും കുറഞ്ഞത് 40 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. 42 മാർക്കെങ്കിലും നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാം. അപ്പോൾ ഇവിടെ പേപ്പർ 1-ൽ 26 ചോദ്യങ്ങളാണുള്ളത്. 26 ചോദ്യം 3 ക്വസ്റ്റ്യൻസും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ചെറിയ ഒരു മാർക്ക് നിങ്ങൾ അലോക്കേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താലും 42 മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. ഇതുകൂടാതെ നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങൾ സാധാരണയായിട്ട് പഠിക്കുന്ന മറ്റ് കേരള ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും കൂടെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ UPSC ആസ്പിറൻസിനേക്കാൾ നിങ്ങൾക്ക് 42 മാർക്കിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കണം. ഇനി പേപ്പർ 2-ലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് 28 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ പൊളിറ്റി എന്ന് പറയുന്നത് 14 ക്വസ്റ്റ്യൻസും, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് 10 ക്വസ്റ്റ്യൻസും, കറണ്ട് അഫയേഴ്സിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസുമാണ് ചോദിച്ചിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് റാൻഡമായിട്ട് ഏതെങ്കിലും കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിൽ നിന്നായിരിക്കും വരിക. നമുക്കത് എഴുതാൻ ഇനിയിപ്പോൾ പറ്റിയില്ല എന്ന് തന്നെ വിചാരിക്കണം. ഏറ്റവും വേസ്റ്റ് കേസിൽ തന്നെ നമുക്ക് പൊളിറ്റിയിൽ നിന്നും നിങ്ങൾ പഠിച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻസിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ട് നമുക്കൊരു മിനിമം 10 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയും നിങ്ങൾ ഈ ഡിസീസിനെ കുറിച്ചും കെമിസ്ട്രി, ഫിസിക്സ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കൊരു 10 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം
നമുക്ക് വലിയ പ്രിപ്പറേഷൻ ഇല്ലാതെ തന്നെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രിപ്പറേഷൻ കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മുഴുവൻ ടോപ്പിക്സും കവർ ചെയ്യുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി നമുക്ക് പേപ്പർ 3യുടെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകാം. ഇന്ത്യൻ ഇക്കോണമിയിൽ നിന്ന് 12 ക്വസ്റ്റ്യൻസും കേരള ഇക്കോണമിയിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസും ജോഗ്രഫിയിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസുമാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ മൊത്തം 26 ക്വസ്റ്റ്യൻസും അതിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കേരള ഇക്കോണമിയിൽ ചോദിച്ചിട്ടുണ്ട്, കേരള ജോഗ്രഫിയും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങളിവിടെ ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ UPSC ആസ്പിരൻസിനോട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഭയം നിങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിൽ നിങ്ങൾക്കൊരു ഭയം ആവശ്യമില്ല. നമ്മളുടെ മെയിൻസ് എക്സാമിനേഷൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 130-നും 140-നും ഇടയ്ക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാൽക്കുലേഷൻ നമ്മൾ വെച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 120 മാർക്ക് സ്കോർ ചെയ്യാനുള്ള സ്കോപ്പ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ബാക്കി നിങ്ങൾ പ്രിപ്പറേഷനും കൂടെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടോപ്പറായിട്ട് തന്നെ മാറാൻ വേണ്ടി കഴിയും. ഇനി നമുക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റാണ് മൂന്നാമത്തെ ഭാഗത്തുള്ളത്. ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് അവർ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ ഈ ഉദ്യോഗ തലത്തിന് ആവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരം ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണോ എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നോക്കും, ഇൻറ്റഗ്രിറ്റി നോക്കും, ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ പ്രതികരിക്കുന്നു എന്ന് നോക്കും. ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് മാറി ഒരു DYSP റാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു സിറ്റുവേഷൻ മുന്നിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുക, ഇതൊക്കെയാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ എത്തിക്സിനെ കുറിച്ച്, നമ്മളുടെ ധാർമ്മിക ബോധത്തെക്കുറിച്ചുള്ള ഒരു അളവ് അവർ കൃത്യമായിട്ട് പരിശോധിക്കും. അങ്ങനെയുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ നല്ലൊരു ഭരണകർത്താവാണോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ചായിരിക്കും ചോദിക്കുക. ഇവിടെ 50 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മെയിൻസിന് 300-ഉം അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റിന് 50-ഉം ചേർത്തിട്ട് 350 മാർക്കാണ് ടോട്ടൽ നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ 130-140 മാർക്കിന് ഉള്ളിൽ നിങ്ങൾക്ക് മെയിൻസിൽ സ്കോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബാക്കി നിങ്ങൾ ഇൻ്റർവ്യൂവിനായിരിക്കണം നിങ്ങൾ സ്കോർ ചെയ്യുന്നത്. ഏകദേശം 160-183 മാർക്കിനിടയിൽ നമുക്ക് ഈ കഴിഞ്ഞ വർഷത്തെ റിക്രൂട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന മാർക്ക് 183 ആയിരുന്നു. അപ്പോൾ ചിട്ടയായ പഠനത്തോടൊപ്പം കൃത്യമായ ഒരു സക്സസ് ഫോർമുലയോടൊപ്പം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്കിപ്പോൾ KS എക്സാമിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായി കാണുമല്ലോ. മാർച്ച് 7-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് ജൂൺ 14-ാം തീയതിക്കിടയിൽ നമുക്ക് 90 ദിവസത്തിനടുത്ത് ദിവസങ്ങൾ മാത്രമേ പ്രിപ്പറേഷൻ ആയിട്ടുള്ളൂ. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു വ്യക്തമായ സ്ട്രാറ്റജിയോട് കൂടി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ഇത്തരത്തിൽ വ്യക്തമായ ഒരു സ്ട്രാറ്റജി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. UPSC മേഖലയിലും PSC മേഖലയിലും വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള അധ്യാപകരുടെ ഒരു സക്സസ് ഫോർമുല ഇതിനായി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രിലിമിനറി ക്വസ്റ്റ്യൻ്റെ സോൾവിങ് ടെക്നിക്സ്, അതുപോലെ തന്നെ മെയിൻസിൻ്റെ ആൻസർ റൈറ്റിങ്, നമ്മളുടെ പേഴ്സണൽ ടെസ്റ്റിൻ്റെ ട്രെയിനിങ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാംസ് കൂടാതെ ധാരാളം ഫ്രീ ഇനിഷ്യേറ്റീവ്സ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇവയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യുക. നമുക്ക് മറ്റ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.